അതായത് ആ പരസ്യം സ്വീകരിച്ച 4% പേരും തെറ്റിന്റെ സ്വഭാവമുള്ളവരായിരുന്നു. $20,000 മുടക്കി ടെഡ് പരസ്യം പിടിച്ചപ്പോൾ താൻ തന്റെ കുട്ടിക്ക് എങ്ങനെ ഷൂ വാങ്ങുന്നു എന്ന് നോക്കിയാണ് ടെഡ് ആ പരസ്യം തയ്യാറാക്കിയത്. എന്നാൽ മഹാഭൂരിപക്ഷം പേരും തന്റെ കുട്ടിക്ക് ഷൂ വാങ്ങുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പരിഗണിച്ചില്ല. അതിനാൽ ആ പരസ്യം പരാജയപ്പെട്ടു. പരസ്യം നിർമ്മിച്ച സമയത്ത് ടെഡ് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പരസ്യത്തിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് ഡേവിഡ് പറയുന്നു. 1. താൻ ഒരു അച്ഛനാണെങ്കിൽ എന്തുതരം പരസ്യമാണ് ആ ഷൂ വാങ്ങുവാൻ തന്നെ പ്രേരിപ്പിക്കുക. 2. താൻ ഒരു കുട്ടിയാണെങ്കിൽ ആ ഷൂ വാങ്ങി തരുവാൻ അച്ഛനോട് വാശി പിടിച്ചു കരയാൻ പ്രേരിപ്പിക്കുന്ന ഘടകമുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്ക് വ്യത്യസ്ത തരത്തിൽ ഡേവിഡ് ഉത്തരം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ആ പരസ്യം വിജയിക്കുമായിരുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്തരം ചിന്തയാണ് ഒരു ജേതാവിലേക്ക് നയിക്കുക. ഇതുപോലെ ജോവാൻ തന്റെ റീറ്റെയിൽ തുണി വ്യാപാരത്തിൽ പരാജയപ്പെടുവാനുള്ള കാരണവും ഡേവിഡ് തന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ജോവാൻ പരാജയപ്പെടുന്നതിന് കാരണം അവൾ തന്റെ കടയിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ കടയിൽ വരുന്ന ആളുകളുടെ കടയിലൂടെ അവൾ വസ്ത്രങ്ങൾ വാങ്ങുവാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് അവളുടെ കടയിൽ തുണി വാങ്ങുവാൻ വരുന്നത് കുറഞ്ഞുപോയി. എന്നാൽ അവൾ ആ കടയിൽ വരുന്ന ആളുകളുടെ കണ്ണിലൂടെ ജോവാൻ വസ്ത്രങ്ങൾ വാങ്ങിച്ചിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഇതുപോലെ ഒരു കടയിൽ റിക്കവറി മാനേജറായി ജോലിക്ക് ചേർന്ന ഒരു ചെറുപ്പക്കാരനെ അവതരിപ്പിച്ചുകൊണ്ട് ഡേവിഡ് പറയുന്നു, ഒരു കത്തെഴുതുമ്പോൾ പോലും നമ്മളുടെ മനോഭാവമല്ല, മറിച്ച് അത് വായിക്കുന്നയാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഭാഷ വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. പൊളിറ്റിക്കൽ രംഗത്തുള്ള വലിയ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുവാൻ കാരണം അവർക്ക് വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്തതിനാലാണ്. ഇത്തരത്തിൽ നമുക്ക് വിജയം പോലെ ചിന്തിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് നേതൃത്വ നിയമത്തിന്റെ ലോകത്ത് ഡേവിഡ് നമ്മെ പരിചയപ്പെടുത്തുന്നു. നേതൃത്വ നിയമം 2. ചിന്തിക്കുക. ഈ പ്രശ്നത്തെ നേരിടേണ്ട മാനസിക രീതി എന്താണ്? വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ 2 തരക്കാരുണ്ട്: ഏകാധിപത്യ സ്വഭാവവും ജനാധിപത്യ സ്വഭാവവും. ഏകാധിപത്യ സ്വഭാവം എന്നാൽ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുകയും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് ശക്തമായ എതിർപ്പിനെ വിട്ടുവരുത്തുന്നു, മാത്രമല്ല ഒരു താൽക്കാലിക പ്രതിഭാസമായി നിലനിൽക്കുന്നു. 2. ജനാധിപത്യ സ്വഭാവം. ജനാധിപത്യ സ്വഭാവം എന്നാൽ ഇതിനെ മാനസിക സമീപനവും എന്നും വിളിക്കാം. എല്ലാവരുടെയും കണ്ണിലൂടെ കാര്യങ്ങൾ കാണുകയും അതനുസരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ സഹപ്രവർത്തകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുവാൻ ജേതാവിന് കഴിയുന്നു. എന്നാൽ ഇതുകൂടാതെ ചട്ടപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടരും കൂടിയുണ്ട്. ഇവർ മനുഷ്യരെ യന്ത്രങ്ങളായി കണക്കാക്കുന്നു. ഇവരുടെ കഴിവിന്റെ ഒരു ഭാഗം മാത്രമായി മനുഷ്യരെ കാണുന്നു. ഇതിന് ഉദാഹരണമായി ഡേവിഡ് നമുക്ക് 2 കഥകൾ പറഞ്ഞു തരുന്നു. 1. ജോൺ എന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ തന്റെ കമ്പനിയിലെ തൊഴിലാളികളുടെ ഡിസ്മിസൽ പ്രോബ്ലം എങ്ങനെ പരിഹരിച്ചു എന്ന് നോക്കാം. ജോൺ തൊഴിലാളിക്ക് നോട്ടീസ് നൽകി 15 ദിവസം കൊണ്ട് പറഞ്ഞു വിടുന്നതിനപ്പുറത്ത് ആ 15 ദിവസം കൊണ്ട് ആ തൊഴിലാളിക്ക് മറ്റൊരു സ്ഥാപനത്തിൽ പരിശീലനം നൽകുകയും മികച്ച ജോലി നേടുവാൻ സഹായിക്കുകയും ചെയ്തു. ഇതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് എന്തെന്നാൽ, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ സംരക്ഷകൻ കൂടിയാകുന്നു എന്നാണ്. അതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിലൂടെ സഹപ്രവർത്തകരുടെ മുഴുവൻ പ്രീതിയും നേടാൻ ജോലിന് കഴിയുന്നു. ഇത് എന്തുകൊണ്ട് ഒരു ജേതാവിന് ചേർന്നതാണ്. ഡേവിഡ് സമാന ഭാവത്തിൽ ബോബ് എന്നൊരു വിജയിയുടെ കഥയും ഇവിടെ സൂക്ഷിക്കുന്നു. ബോബ് ഒരു കോടീശ്വരനാണ്. നിരവധി കമ്പനികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്റെ തൊഴിലാളിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അതിൽ നിന്ന് അവരെ നേർവഴിയാക്കുവാൻ ഒരു ഫോർമുല കണ്ടെത്തി. അതിൽ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. 1. അവരോട് സ്വകാര്യമായി സംസാരിക്കുക. 2. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ പ്രശംസിക്കുക. 3. എന്തെങ്കിലും കുറവുകൾ അതിൽ പറ്റിയാൽ അവരെ നേരെയാക്കുവാൻ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 4. അവർക്ക് വീണ്ടും പ്രോത്സാഹനവും പ്രശംസയും നൽകുക. ഇതിലൂടെ ബോബ് സഹപ്രവർത്തകരുടെ കയ്യടി നേടി. ഇതിനെക്കുറിച്ച് ബോബ് പറയുന്നു, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെ കുറിച്ച് വെച്ചുവെക്കുകയായിരുന്നു. ഞാൻ അവരെ നന്നായി കണക്കാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫലവും മികച്ചതാകുന്നു. ബോബ് കീഴിലുള്ളവരെ നേരെയാക്കുവാൻ സ്വീകരിച്ച വഴി വ്യത്യസ്തമായിരുന്നു. അവരെ പരിശോധിക്കാതിരിക്കുക, അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ കുറ്റമില്ലാതിരിക്കുക. അങ്ങനെ മനുഷ്യത്വപരമായ സമീപനമാണ് ബോബ് സ്വീകരിച്ചത്. മറ്റുള്ളവരുടെ അന്തസ്സിനെ മാനിക്കുന്നവരെ അവരും മാനിക്കുമെന്നതാണ് സത്യാവസ്ഥ. ഒരു നേതാവാക്കുവാൻ കീഴിലുള്ളവരെ ഓരോ അവസരത്തിലും പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതിലൂടെ ജേതാവ് തന്നോടൊപ്പമുള്ളവരുടെ ഹൃദയത്തെ കുറിച്ച് തൊട്ടുണർത്തുന്നു. ഇതാണ് യഥാർത്ഥ മനുഷ്യത്വം, ഇവരാണ് യഥാർത്ഥ ജേതാക്കൾ. ഇവിടെ ആൻഡ്രൂസ് പറയുകയുണ്ടായി,
കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വിജയത്തിനെ സഹായിച്ച ആ ചെയർമാനെ കുറിച്ച്. ആ ചെയർമാൻ എന്തുകൊണ്ടും ഒരു നേതാവാണ്, എന്തുകൊണ്ടും അവർക്ക് പറ്റിയൊരു നേതാവാണ്. നിയമം 3. പുരോഗതിയെ പറ്റി ചിന്തിക്കുക, പുരോഗതിയെ വിശ്വസിക്കുക, പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുക. പുരോഗതിയിൽ നിലകൊള്ളുന്നവനാണ് യഥാർത്ഥ വിജയി. ആരാണ് യഥാർത്ഥ പുരോഗതിക്കാർ? ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? കാര്യങ്ങൾ മെച്ചപ്പെട്ടു പോകുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ചെയ്യുന്നതെങ്കിലും മെച്ചപ്പെടുത്തൽ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, ചെയ്യുന്നതിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ ശ്രദ്ധിക്കുക. ഈ കാര്യം വിശദീകരിക്കുന്ന ഡേവിഡ് തന്റെ സ്വന്തം അനുഭവം തന്നെ പറയുന്നു. ഒരു കമ്പനി അവരുടെ സെയിൽസ് ഡിവിഷനിലേക്ക് ഒരു ചെയർമാൻ, ഒരു മാനേജറെ നിയമിക്കുന്നതിന് വേണ്ടി ഡേവിഡിനെ ചുമതലപ്പെടുത്തി. അവരുടെ സെയിൽസ് ഡിവിഷനിൽ നിന്ന് 3 പേരുടെ ലിസ്റ്റ് നൽകി. ഡേവിഡ് ഇവരുമായി അഭിമുഖം നടത്തിയതിനു ശേഷം പറഞ്ഞു, അതിൽ 2 പേർ നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ 3ാമത്തെയാൾ തികച്ചും വ്യത്യസ്തമായി ചിന്തിക്കുന്നയാളായിരുന്നു. അയാൾ കാര്യങ്ങൾ മെച്ചപ്പെട്ടു പോകുന്നതിന് എല്ലാത്തിലും ഒരു നവീകരണം വരുത്തുവാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, ഡേവിഡിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ കമ്പനിയിലേക്ക് മാനേജറായി നിയമിച്ചത് അയാളെ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയാണ് എപ്പോഴും പുരോഗമനപരമായത് എന്ന് പറയുന്നത്. അതിനാൽ ഡേവിഡ് എപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, പുരോഗതിയെ വിശ്വസിക്കുക, പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുക, പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുക. പുരോഗതിയിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾ വിജയികളാകുക തന്നെ ചെയ്യും. ഇതേപോലെ നേതൃത്വ ശേഷിയെക്കുറിച്ച് പറയുവാൻ വേണ്ട അധ്യാപകരുടെ കാര്യവും ഇവിടെ വിശദീകരിക്കുന്നു. പുരോഗതിയിൽ വിശ്വസിക്കുകയും പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന അധ്യാപകർ അതേ കാഴ്ചപ്പാടിലുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നു. എന്നാൽ ചിലർ അന്ധകാരത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവർ പരാജിതരാകുകയും ഇവർ അന്ധകാരത്തിൽ ജീവിക്കുന്ന കുട്ടികളെ തന്നെ വാർത്തെടുക്കുന്നു. കോളേജുകളിൽ ചില കുട്ടികൾ ചില പ്രൊഫസർമാരുടെ ക്ലാസുകൾ കട്ട് ചെയ്യുകയും ചിലരുടെ ക്ലാസുകളിൽ ഉന്തിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നതിന്റെ കാരണം ഇത്തരം അധ്യാപകരുടെ നേതൃത്വ ശേഷിയുടെ വ്യക്തമായ സൂചനയാണ്. നിങ്ങൾക്ക് നേതാവാകണമെങ്കിൽ നിങ്ങൾ നേതൃത്വം ഏറ്റെടുക്കുന്ന ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളുടെയും പ്രതീക്ഷയ്ക്ക് നേടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയുടെയും സന്തോഷമാണ് നിങ്ങളുടെ നേതൃത്വ ശേഷിയുടെ സൂചന. പുരോഗമനം പരിശോധിക്കാനായി 4 ചോദ്യങ്ങളുണ്ട്. 1. ഞാൻ എൻ്റെ കുടുംബത്തോട് പുരോഗമനപരമായി ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് പുരോഗമനപരമായാണോ? ഞാൻ എൻ്റെ തൊഴിലിനോട് പുരോഗമനപരമായ വീക്ഷണമുള്ളയാളാണോ? ഞാൻ എൻ്റെ സമൂഹത്തിന് നേരെ ചിന്തിക്കുന്നത് പുരോഗമനപരമായാണോ? നേതൃത്വ നിയമം 4. ലോക ചരിത്രത്തിൽ ചരിത്രം ലഭിച്ചവർ അത് സാധ്യമാക്കിയത് അവരുടെ ചിന്തയെ സ്വതന്ത്രമാക്കിയതിലൂടെയാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ എത്ര കണ്ട് സൂക്ഷ്മതയോടെ സ്വതന്ത്രമാക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ നേതൃത്വ ശേഷി പുറത്തു വരും. വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ധരിച്ച് സഭ സൃഷ്ടിച്ച സന്യാസിമാർ ഇത് തന്നെയാണ് ചെയ്തത്. ബൈബിളിൽ മോശ പ്രവാചകനും യേശുവും ഇത് തന്നെ ചെയ്യുന്നു. ബുദ്ധനും സോക്രട്ടീസും ആദിശങ്കരനും വിവേകാനന്ദനും ഗാന്ധിജിയും എല്ലാം ഇത് തന്നെ ചെയ്യുന്നു. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ആഴ്ചയിൽ 5 മണിക്കൂർ മാത്രം പഠിപ്പിക്കുവാനായി ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള സമയം അവരുടെ സർഗാത്മകതയെ ഉണർത്തുവാൻ വേണ്ടിയാണ്. ഇതിനായി അവർ ഉപയോഗിക്കുന്നത് അവരുടെ ചിന്തയെയാണ്. ഡേവിഡ് നമ്മോട് പറയുന്നു, നിങ്ങളിലെ ചിന്ത നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ തയ്യാറാക്കുന്നു, നിങ്ങളെ മാറ്റിമറിക്കുന്നു, നിങ്ങളിലെ കുറവുകളെയും കുറ്റങ്ങളെയും ഇല്ലാതാക്കുന്നു. ഇപ്പോൾ തിരക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആഴ്ചയിൽ 168 മണിക്കൂർ, മാസത്തിൽ 720 മണിക്കൂർ നിങ്ങൾ വിജയത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധാവിചാരണമില്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളിലെ അസാധാരണമായ നേതൃത്വ ശേഷിയെ പുറത്തു കൊണ്ടുവരാനാകും. ഡേവിഡ് ഇതിനായി തന്റെ സ്വന്തം അനുഭവം പറയുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കാൻ വയ്യ എന്ന മനോഭാവം ഒരു അന്ധകാരമാണ് സൃഷ്ടിക്കുക. നമ്മളുടെ ചിന്തയുടെ മഹാശക്തിയെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ്. ഡേവിഡ് തന്റെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി 13 ട്രെയിനികളോട് 14 ദിവസം ഓരോ മണിക്കൂർ വീതം ക്രിയാത്മകമായി ചിന്തിക്കുവാൻ പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞ് അവിടെ ഉണ്ടായ മാറ്റം അത്ഭുതകരമായതായിരുന്നു. അവിടെ ഉണ്ടായ ഈ അത്ഭുതം 100% ശരിയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഡേവിഡ് ഇതിലൂടെ പറയുന്നു, ഇത്തരം തെളിയിക്കപ്പെട്ട സത്യങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കുവാൻ ദിവസവും നിങ്ങളുടെ സമയത്തിന്റെ 30 മിനിറ്റ് ഇത്തരത്തിൽ ഉപയോഗിക്കുക. ക്രിയാത്മകമായ ഇത്തരം ചിന്താക്രമത്തിലൂടെ നിങ്ങളിലെ മേലാകെ കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ വരുത്തുവാൻ നമുക്ക് സാധിക്കും. നേതൃത്വ ശേഷിയുടെ ഈ മഹാരഹസ്യം തിരിച്ചറിഞ്ഞ് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. അതിനായി ഡേവിഡ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1. നമ്മൾ നമ്മളെ സ്വയം വിലക്കുറിച്ച് കാണാതിരിക്കുക. എവിടെയും എപ്പോഴും നമ്മൾ വിലയുള്ളവരായി തന്നെ പ്രത്യക്ഷപ്പെടുക. വഴക്കിനും വാഗ്ദാനത്തിനും ഒന്നും നിൽക്കാതിരിക്കുക. കാരണം ഒരു വഴക്കിൽ പെട്ടതുകൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല, മറിച്ച് ചിലതെല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു.
അതുകൊണ്ട് ഒരു വഴക്കിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അത് പ്രധാനപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുക. 3. തോൽവികളെയും തിരിച്ചടികളെയും വലിയ ചിന്തയോടെ സ്വീകരിച്ച് അതിൽ ഗവേഷണം നടത്തി വിജയിക്കുക. പരാജയം ഒരു മാനസിക അവസ്ഥ മാത്രമാണ്, അതിനപ്പുറം അതിനെ വലുതായി കാണാതിരിക്കുക. എന്തും ഏതും എപ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. സേവനം ചെയ്താൽ മതി, വിജയം പിന്നാലെ വന്നുകൊള്ളും. അതിനായി പബ്ലിയോ സൈറസിന്റെ വാക്കുകളോടെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ മനസ്സിന്റെ യജമാനനായിരിക്കും, ഒരു വിധി അതിന്റെ അടിമയും. ഈ വാക്കുകൾ നിങ്ങളുടെ ചിന്തയെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. 7000 വർഷങ്ങൾക്കപ്പുറത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ആത്മവീര്യം പകരാൻ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. അല്ലയോ ഭാത, മനസ്സായിരിക്കട്ടെ നിന്റെ സാമ്രാജ്യം, അതിനെ നീ ഭരിക്കുക, വിജയം നിന്റേതായിരിക്കും. ഏവർക്കും നന്ദി.